നമ്മുടെ സംസ്ഥാനത്തെ ജനസംഖ്യ 3.5 കോടിയിൽ അധികമാണ്. ഒപ്പം തന്നെ അരക്കോടിയിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ് വിവിധ മേഖലകളിൽ ജോലി ചെയ്യുന്ന അതിഥി തൊഴിലാളികളുടെ എണ്ണവും. കായികാധ്വാനം ആവശ്യമുള്ള തൊഴിൽ മേഖലകളിൽ എല്ലാം തന്നെ അതിഥി തൊഴിലാളികളുടെ സാന്നിധ്യം നമുക്ക് കാണാൻ സാധിക്കും. ഏറ്റവും അപകടം പിടിച്ച തൊഴിലുകളിൽ ഭൂരിഭാഗവും അതിഥി തൊഴിലാളികൾ ഏറ്റെടുത്ത് ചെയ്യുന്ന കാഴ്ചയും നമ്മുടെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടാവും. ഇത്തരം മേഖലകളിൽ നിന്നുള്ള അപകട വാർത്തകൾ ശ്രദ്ധിച്ചാലും നമുക്ക് കാണാനാവുന്നത് ഭൂരിഭാഗവും അതിഥി തൊഴിലാളികളുടെ പേരുകളാണ്. പലപ്പോഴും അപകട സാധ്യതകളെക്കുറിച്ചും അപകടം ഒഴിവാക്കുന്നതിനുള്ള മുൻകരുതൽ സജ്ജീകരണങ്ങളെക്കുറിച്ചും അവർ ബോധവാന്മാരല്ല എന്നതാണ് സത്യം. ജീവിതം രണ്ടറ്റവും മുട്ടിക്കാനുള്ള ഓട്ടത്തിനിടയിൽ ഏത് അപകടം പിടിച്ച ജോലിയും അവർ സ്വമേധയാ ഏറ്റെടുക്കും. അവർ നമ്മുടെ സമൂഹത്തിന്റെ ഭാഗമായി മാറിക്കഴിഞ്ഞു. അവരെയും സുരക്ഷാ അവബോധമുള്ളവരാക്കുക എന്നത് നമ്മുടെ ഉത്തരവാദിത്തമാണ്. എല്ലാ തൊഴിൽ മേഖലയിലും അപകടങ്ങൾ ഒഴിവാക്കുന്നതിനുള്ള ബോധവൽക്കരണ ശ്രമങ്ങൾ കേരള അഗ്നിരക്ഷാസേനയും മറ്റു പല വകുപ്പുകളും നടത്തിവരുന്നുണ്ട്. എന്നാൽ ഏറ്റവും അപകടം പിടിച്ച തൊഴിലുകൾ ചെയ്യുന്ന അതിഥി തൊഴിലാളികൾക്കുള്ള ബോധവൽക്കരണ ക്ലാസുകൾ നടത്താൻ പരിമിതികളുണ്ടായിരുന്നു. പ്രധാനമായും ആശയവിനിമയത്തിനുള്ള ഭാഷയായിരുന്നു പ്രശ്നം. ഇതിന് പരിഹാരമായി ഹിന്ദിയിലും മറ്റ് ഇന്ത്യൻ ഭാഷകളിലും ആശയവിനിമയം നടത്താൻ പ്രാവീണ്യമുള്ള വിവിധ സായുധ സേനകളിൽ നിന്ന് വിരമിച്ച ശേഷം അഗ്നിരക്ഷാസേനയിൽ ഹോംഗാർഡായി ജോലി ചെയ്യുന്ന ആൾക്കാരുടെ സേവനം പ്രയോജനപ്പെടുത്തിക്കൊണ്ട് മലപ്പുറം ജില്ലാ ഫയർ ആൻഡ് റെസ്ക്യൂ സർവീസിന്റെ നേതൃത്വത്തിൽ തയ്യാറാക്കിയ പദ്ധതിക്ക് അനൗപചാരികമായി തുടക്കം കുറിച്ചു. മലപ്പുറം ജില്ലാ ഫയർ ഓഫീസർ VK ഋതിക്കിന്റെ നിർദ്ദേശപ്രകാരം ജില്ലയിലെ വിവിധ നിലയങ്ങളിലും പോലീസ് സ്റ്റേഷനുകളിലുമായി ജോലി ചെയ്യുന്ന 14 ഹോംഗാർഡ്മാർക്ക് സുരക്ഷ സംബന്ധിച്ച ക്ലാസുകൾ കൈകാര്യം ചെയ്യാൻ പ്രത്യേക പരിശീലനം നൽകിയിരുന്നു. പോലീസിൽ നിന്നും എക്സൈസിൽ നിന്നും വിദഗ്ധരെ വരുത്തി ലഹരി ഉപയോഗത്തിനെതിരായും ട്രാഫിക് അപകടങ്ങളെക്കുറിച്ചും ക്ലാസ് എടുക്കാനുള്ള പരിശീലനവും നൽകി. മലപ്പുറം ജില്ലയിലെ എല്ലാ നിലയങ്ങളിലും അതിഥി തൊഴിലാളികൾക്ക് സുരക്ഷാ ബോധവൽക്കരണ പദ്ധതി തുടർന്നു കൊണ്ടുപോകുന്നതിനാണ് ലക്ഷ്യമിടുന്നത്. സിവിൽ ഡിഫൻസ് ആൻഡ് ഹോംഗാർഡ് റൈസിംഗ് ഡേ ആചരണത്തിന്റെ ഭാഗമായി മലപ്പുറത്തെ മിഡ്ലാൻഡ് കൺസ്ട്രക്ഷൻസ് എന്ന സ്ഥാപനത്തിൽ ജോലി ചെയ്യുന്ന അതിഥി തൊഴിലാളികൾക്ക് വലിയപറമ്പ് ബൈപ്പാസിലുള്ള അവരുടെ കൺസ്ട്രക്ഷൻ സൈറ്റിൽ വച്ച് സുരക്ഷയുമായി ബന്ധപ്പെട്ട വിവിധ വിഷയങ്ങളിൽ ബോധവൽക്കരണ ക്ലാസ് നടത്തി. അഗ്നിസുരക്ഷ, പ്രഥമ ശുശ്രൂഷ, സുരക്ഷാ മുൻകരുതലുകൾ തുടങ്ങിയ വിഷയങ്ങളിലാണ് ക്ലാസ് നൽകിയത്. ഒപ്പം ലഹരി ഉപയോഗത്തിനെതിരെയും ട്രാഫിക് അപകടങ്ങളെക്കുറിച്ചും അവബോധം നൽകി. പദ്ധതിയുടെ കോ-ഓഡിറ്ററും മലപ്പുറം നിലയത്തിലെ ഹോംഗാർഡുമായ KK ബാലചന്ദ്രൻ നായരാണ് ബോധവൽക്കരണ ക്ലാസ് നയിച്ചത്. കൽക്കത്തയിൽ നിന്നുള്ള 35ഓളം പേർക്കാണ് പരിശീലനം നൽകിയത്. 4-5 വർഷങ്ങളായി കേരളത്തിൽ ജോലി ചെയ്യുന്നവരുണ്ട് കൂട്ടത്തിൽ. പക്ഷേ അവർ ഒരുമിച്ച് ജോലി ചെയ്യുന്നത് കൊണ്ട് മലയാളം തീരെ വശമില്ലാത്തവരാണ് ഭൂരിഭാഗവും. ബംഗാളിയും പിന്നെ ഹിന്ദിയും നാക്കിന് വഴങ്ങുന്നവർ. സംശയങ്ങൾ ചോദിച്ചും അഭിപ്രായങ്ങൾ പറഞ്ഞും അവർ ക്ലാസ്സിൽ സജീവമായിരുന്നു. മലപ്പുറം സ്റ്റേഷൻ ഓഫീസർ EK അബ്ദുൽ സലീം, ഹോംഗാർഡ് T കൃഷ്ണകുമാർ, ഫയർ ആൻഡ് റെസ്ക്യൂ ഓഫീസർ ട്രെയിനികളായ അർഷിദ് MS, അഖിൽ എന്നിവർ സന്നിഹിതരായിരുന്നു. ഈ ചാനൽ ന്യൂസ് മലപ്പുറം. ഖത്തർ ഗോൾഡൻ ഡയമണ്ട്സ്, കാലിക്കറ്റ് റോഡ്, വളാഞ്ചേരി മെയിൻ റോഡ്.